നിങ്ങളുടെ സ്വപ്ന ഭവനത്തിലേക്ക് സ്വാഗതം. ഒരു കണ്ടംപററി സ്റ്റൈൽ ആർക്കിടെക്ചറിലുള്ള ഒരു വില്ല പ്രോജക്റ്റാണിത്. ഇവിടെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ സ്ഥിരമായി കാണുന്ന കണ്ടംപററി മിനിമലിസ്റ്റ് ഡിസൈൻ്റെ കൂടെ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമായ കുറച്ച് കൊളോണിയൽ എലിമെൻസും സ്കാൻഡിനേവിയൻ കളർ തീമും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തത്. ഇവിടെ ലിവിംഗ് റൂമിൽ വുഡൻ കോർണിസസ് ഉള്ള ഒരു സീലിങ്ങും 2 മിനി ഷാൻഡ്ലിയേഴ്സും ഒരു കൊളോണിയൽ ലുക്കിനായി ചെയ്തിരിക്കുന്നു. വാൾസിൽ വുഡൻ മോൾഡിംഗ് കൊടുത്തിരിക്കുന്നു. സെൻറ്റർ പീസായി ഒരു പേസ്റ്റൽ കളർ ഷെയ്ഡിലുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് സെലക്ട് ചെയ്തത്. എൻറ്റയർ ഹോമിന് ലൈറ്റ് കളർ തീമാണ്. വൈറ്റ് ആഷ്വുഡാണ് ഞങ്ങൾ ഈ വീടിൻ്റെ ഫർണിച്ചേഴ്സിനും മോൾഡിങ്സിനും വേണ്ടി ചൂസ് ചെയ്തത്. ഇത് ഞങ്ങളുടെ ഓപ്പൺ കിച്ചണാണ്. അപ്പം ഫസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കോർണർ ശരിക്കും നമ്മൾ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2 വുഡൻ കാർഡ് ലെഗ്സ് ഉണ്ട്. അത് ആ കൊളോണിയൽ തീമിന് മാച്ച് ചെയ്യാനായി ചെയ്തിരിക്കുന്നു. പിന്നെ ഈ ഇതിലുള്ള ആ പാനലിങ്സൊക്കെ അങ്ങനെ ആ ഒരു തീമിന് വേണ്ടി ചെയ്തിരിക്കുക. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കോർണറിൻ്റെ കൗണ്ടർ ടോപ്പ് എന്ന് പറയുന്ന ഒരു ഡബിൾ തിക്നെസ് ആയിട്ടുള്ള വിട്രിഫൈഡ് ടൈൽസാണ്. ഈ കിച്ചൺ എൻട്രി ചെയ്യുമ്പോഴത്തേക്കുമാണ് ഈ ഭാഗത്ത് ഈ ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജ് വരുന്നത്. അതിൻ്റെ നെക്സ്റ്റായിട്ട് നമുക്ക് കുറച്ച് മുകളിൽ ഒത്തിരി സ്റ്റോറേജ് യൂണിറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ സ്റ്റോറേജ് യൂണിറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റോർ ചെയ്യാം. ഇത് ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റീമറുള്ള മൈക്രോവേവ് ഓവനാണ്. പിന്നെ ഇത് ഈ സവാള അല്ലെങ്കിൽ പഴം അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റുന്ന യൂണിറ്റാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ 2 ടോൾ യൂണിറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഗ്രോസറീസും പിന്നെ നമ്മുടെ സ്നാക്ക് ബാറൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ്, നമ്മുടെ ഡിറ്റർജൻറ്റ് അങ്ങനെയുള്ള കുറച്ച് സോപ്പ് പേസ്റ്റ് അങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്. ഇത് നമ്മുടെ വർക്ക് ഏരിയയിലാണ് കൂടുതൽ വാഷിങ്, പിന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള കുക്കിംഗ് ഒക്കെ ഇവിടെ. ഇത് പാരൻറ്റ്സ് ബെഡ്റൂമാണ്. ഒരു ക്വീൻ സൈസ് ബെഡ്, 2 സൈഡ് ബോർഡ്സ്, ഫുൾ ലെങ്ത്തിലുള്ള വാർഡ്രോബ്സ്. ഇവിടെ ഫുൾ ലെങ്ത്തിലുള്ള വാർഡ്രോബും ഉണ്ട്, പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. എലിവേറ്റേഴ്സ് എന്നുള്ള ഒരു ജർമ്മൻ ബ്രാൻഡിന്റെ ഒരു ഹോം ലിഫ്റ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ള എലീറ്റ് എലിവേറ്റേഴ്സ് എന്നൊരു സർവീസ് പ്രൊവൈഡറാണ് നമുക്ക് വേണ്ടി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രോപ്പർ ഹോം ലിഫ്റ്റ് ആണ്. കമേഴ്ഷ്യൽ എലിവേറ്റേഴ്സിനെ അപേക്ഷിച്ച് ചെറിയ ഫിറ്റ് സൈസും അതുപോലെ സർവീസ് റിക്വയർമെൻറ്റും വളരെ കുറവാണ്.
സാധാരണ സിംഗിൾ ഫേസ് അല്ലെങ്കിൽ 3 ഫേസ് എ സിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇവൻ നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഉപയോഗമാണ്. പടികൾ കയറുന്നതിനുള്ള ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം വളരെ ഉപയോഗമുള്ളൊരു സാധനമാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരു ഹോം എലിവേറ്റർ എല്ലാവരും നിങ്ങളുടെ വീടുകളിലേക്ക് കൺസിഡർ ചെയ്യണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഇത് ഞങ്ങളുടെ പൂജാമുറിയാണ്. നമ്മളിത് കേരള ട്രഡീഷണൽ തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പെയിന്റിങ്, ഇത് നമ്മളൊരു പരമേശ്വരൻ എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്കൊരു സുജിത്ത് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് വരച്ചു തന്നാണ്. ഒരു വീടിനൊരു യുണീക്കായിട്ടൊരു പിക്ചർ, ഒരു പെയിന്റിങ് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ചെയ്തതാണ്. ഒരു AI ജനറേറ്റഡ് ഇമേജ് ആണ്. അതിന് നമ്മൾ ഒരു ആർട്ടിസ്റ്റിനെ, സുജിത്ത് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് കൊടുത്തിട്ട് അദ്ദേഹം നമുക്ക് ഓയിൽ പെയിന്റിങ്ങിൽ വരച്ചു തന്നാണ്. ഇവിടെ നമ്മുടെ പ്രാർത്ഥന ഏരിയ ആണ്. അതിൻ്റെ മുകളിലായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ ഓണവില്ലുണ്ട്. അനന്തശയനമാണ്. നമ്മുടെ ഇവിടെ മെയിനായിട്ട് വിഗ്രഹം വിഷ്ണുവിൻ്റെയാണ്. അത് തേക്ക് തടിയിൽ, അത് രാഹുൽ ക്രാഫ്റ്റ്സിൽ നിന്നാണ് നമ്മളത് വാങ്ങിയത്. ശരിക്കും ഈ കളർ ടിൻറ്റഡ് ഗ്ലാസസ് വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്, പാനലിങ് ചെയ്തിരിക്കുകയാണ്. അതൊരു മടക്കി നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡോറാണ്. പൂജ ഏരിയ കഴിഞ്ഞാൽ അടുത്ത് ഇത് ഒരു ഡാൻസ് റൂമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ മിററുണ്ട്. അപ്പം അതിൻ്റെ ഈ ഫ്ലോറിങ് ഒരു വ്യത്യസ്തമായ ടൈൽസ് നമ്മൾ നോക്കി സെലക്ട് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അത് വെളിയിൽ ഒരു യെല്ലോ ബോർഡർ, പിന്നെ അകത്ത് കുറച്ച് ഡിസൈൻ ടൈൽസ് ആണ്. പിന്നെ ബാക്കിൽ വുഡൻ പാനലിംഗ് ആണ്. നമ്മൾ ഈ റൂം മൊത്തം തേക്ക് തടിയാണ് ചെയ്തിരിക്കുന്നത്. തേക്കിൻ്റെ വുഡൻ പാനലിംഗ്, ഫ്ലൂട്ടഡ് പാനൽസ് ആണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് പിക്ചേഴ്സും നടരാജ വിഗ്രഹവും വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ബാൽക്കണി ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഗാർഡൻ കാണാൻ പറ്റും. ഒരു നല്ല വ്യൂ ആണ്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. നല്ല കിങ് സൈസ് ബെഡും ബാക്കിൽ ടെക്സ്ചർ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഒരു സോഫ്റ്റ് കുഷനിങ്ങും ഹെഡ് ബോർഡിൽ. ഇവിടെ ഇതിനെ കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ബേ വിൻഡോ, ഇവിടെ ഒരു റെസ്റ്റിംഗ് സ്പേസ് ഉണ്ട്. ഇവിടെ ഇതിൻ്റെ താഴെയും നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസസ് ഉണ്ട്, പില്ലോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്സ് ഒക്കെ വയ്ക്കാൻ. പിന്നെ ഇവിടെ ഒരു യൂട്ടിലിറ്റി ടേബിളുണ്ട്. യൂട്ടിലിറ്റി ടേബിളിൽ നമുക്ക് ചാർജേഴ്സും അങ്ങനെയൊക്കെ വയ്ക്കാം. പിന്നെ ചെറുതായിട്ട് എഴുതാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ഫ്രെയിം TV, ഇവിടെ ഒരു ചെറിയൊരു ചെയർ ഇടാനൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വാക്ക് ഇൻ വാർഡ്രോബാണ്. ഈ വാക്ക് ഇൻ വാർഡ്രോബിൽ നമ്മൾ ലൂസായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനോട് തന്നെ അസോസിയേറ്റ് ചെയ്തൊരു ഡ്രസ്സിങ് ടേബിള്. പിന്നെ ഇവിടെ ഒരു ലോങ് ഒരു മിററുണ്ട്. ഫുൾ വ്യൂ കിട്ടാനായിട്ടുള്ളൊരു ലോങ് മിറർ ഇവിടെ ഉണ്ട്.
ഇത് ഒരു നമ്മുടെ മോളുടെ ഒരു കിഡ്സ് ബെഡ്റൂമാണ്. ഇനി ഇവിടെ വാർഡ്രോബ് ഉണ്ട്. ഈ വാർഡ്രോബ് ഫുൾ ലെങ്ത് വാർഡ്രോബ് വിത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസസ്. പിന്നെ ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിള്. ഇതൊരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ്. ഇതിനെ നമ്മൾ ഓഫീസ് റൂമായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇതിൽ ഒരു സ്റ്റഡി ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഏരിയ. ബാക്കി ഇവിടെ നമ്മുടെ ബുക്സിൻ്റെ സ്റ്റോറേജ് സ്പേസസ്. പിന്നെ നമുക്ക് ഇതിനെ ഒരു ഗസ്റ്റ് റൂമായിട്ടും കൺവേർട്ട് ചെയ്യാം. കാരണം ഇതൊരു IKEA നിന്ന് വാങ്ങിയ ഒരു സോഫ കം ബെഡാണ്. ഇതൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇതിനെ ഒരു ബെഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു ഫർണിച്ചറാണ്. ഗസ്റ്റ് റൂമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫ്ലോറിലോട്ട് പോകാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ ബാഗ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ചെറിയൊരു സ്പേസ്. അതിൻ്റെ മുകളിലൊരു പിക്ചർ വെച്ചിട്ടുണ്ട്. ഈ ഏരിയ ഇത് ലോണ്ടറി ഏരിയ ആണ്. നമ്മുടെ വാഷിംഗ് മെഷീന്, ഡ്രയറുകളുള്ള. പിന്നെ ഇവിടെ വാഷ് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. നമ്മുടെ ഡിറ്റർജൻസ് ഒക്കെ വയ്ക്കാൻ. പിന്നെ ഇതൊക്കെ സ്റ്റോറേജ് സ്പേസസ് ആണ്. ഇവിടെ ഒരു ഡൈസൻ്റെ വാക്യൂം ക്ലീനറിനുള്ള സ്പേസ് വെച്ചു. ഈ ഒരു ഏരിയ അയണിങ് ഏരിയയാണ്. പിന്നെ ഇവിടെ അയൺ ബോക്സ് ഒക്കെ വയ്ക്കാം. ബാക്കി ക്ലോത്ത്സ് ഒക്കെ വയ്ക്കാം. ഇവിടെ ഒരു വലിയൊരു സ്റ്റോറേജ് ഏരിയയാണ്. കാർട്ടൺസും ബാക്കി അതിനുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇവിടെ ഒരു നമ്മളൊരു ഏരിയ വെച്ചിട്ടുണ്ട്. അലമാരയൊക്കെ വെച്ചിട്ട് അതിനെ അകത്ത് സ്റ്റോർ ചെയ്യാം. മുകളിലേക്കും സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഹോം തിയേറ്റർ. എൻ്റെ ഒരു റിലേറ്റീവ് കൂടിയായ മിസ്റ്റർ കണ്ണൻ ആണ് ഞങ്ങൾക്ക് വേണ്ടി ഇത് ഡിസൈൻ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ ക്ലബ് ക്യാൻസ്ബർഗ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിനൊരു പ്രിവ്യൂ തിയേറ്ററും ഒരു ഹോം തിയേറ്റർ ഇൻസ്റ്റലേഷൻ ടീമും ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ AV എക്വിപ്മെൻ്റായിട്ട് ഡെനോൺ എന്ന ബ്രാൻഡിൻ്റെ 9.2 ചാനൽ AV റിസീവറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സായിട്ട് 5.1.4 കോൺഫിഗറേഷനിൽ കെഫിൻ്റെ സ്ലിം ലൈൻ ഓൺ വാൾ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൊജക്ടറായിട്ട് LGയുടെ അൾട്രാ ഷോർട്ട് ത്രോ പ്രൊജക്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അക്കോസ്റ്റിക് ട്രീറ്റ്മെൻറ്റിനായിട്ട് പെറ്റ് പാനൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ അക്കോസ്റ്റിക് ഫോം ഫിൽ ചെയ്തിട്ടുള്ള കുറച്ച് മൂവി പോസ്റ്റേഴ്സും കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. സ്ക്രീനായിട്ട് നമ്മൾ ഒരു ആംബിയൻ ലൈറ്റ് റിജക്ഷൻ സ്ക്രീൻ എലീറ്റ് സ്ക്രീൻസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇട്ടിരിക്കുന്നത് സോഫാസ് ആൻഡ് മോർ സ്റ്റാൻലി സോഫാസ് ആൻഡ് മോർ എന്ന് പർച്ചേസ് ചെയ്തിരിക്കുന്നത്.
ഞങ്ങൾ ഇത് ഐക്ലൗഡ് ഹോംസിന്റെ വിങ്സ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞ വില്ലയിലുള്ള ഒരു വില്ലയിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ഒരു 3000 സ്ക്വയർ ഫീറ്റിന്റെ വില്ലയാണ്. ഇതിൽ താഴെ ഒരു ബെഡ്റൂം, മുകളിൽ 3 അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ബെഡ്റൂംസ്, പിന്നെ ഒരു പൂജാക്കം നമ്മുടെ ഡാൻസ് റൂം, പിന്നെ ഏറ്റവും മുകളിൽ ഒരു AV റൂം, പിന്നെ ഫർണിച്ചേഴ്സ് എടുത്തിരിക്കുന്നത് ഇത് ആക്ച്വലി ഇന്റീരിയർ ഡിസൈൻസ് മൊത്തം ചെയ്തിരിക്കുന്നത് ലാ പോഷ് എന്ന് പറയുന്ന ട്രിവാൻഡ്രത്ത് വഴുതക്കടലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. ജെറി അദ്ദേഹമാണ് ഇന്റീരിയർ ഡിസൈൻ മൊത്തം ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫർണിച്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാൻലി സോഫാസ് ആൻഡ് മോർ എന്ന് പറയുന്ന അവിടെ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എറണാകുളത്ത് പ്രത്യേകിച്ച് പറയേണ്ടത്, എറണാകുളത്ത് ലോഫ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഇത് അവിടെ നിന്നെടുത്താണ്. കുറച്ച് വിക്ടോറിയൻ ഫിനിഷുള്ള ഫർണിച്ചേഴ്സ് ഒക്കെ അവിടെ നിന്നാണ്. പിന്നെയുള്ളത് ചെറിയൊരു സ്മാർട്ട് ഹോം ഫങ്ഷനാലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട് ആപ്പിൾ ഹോമിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അക്കാര എന്ന് പറയുന്ന ഒരു ചൈനീസ് കമ്പനിയുടെ ഡിവൈസസ് ആണ് വെച്ചിരിക്കുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തത് ഒസാർട്ട് എന്ന് പറയുന്ന ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക് ടീമുണ്ട്. അവരുടെ കുറച്ച് ഡിവൈസസ്, അക്കാര എന്ന് പറയുന്ന കമ്പനിയുടെ കുറച്ച് ഡിവൈസസ് ആണ് നമ്മൾ സ്മാർട്ട് ഹോം ഫങ്ഷനാലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. Thank you all for watching our dream home video. Thank you. Thank you all. Thank you. Thank you, bicycle.